പാക് സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീർ എവിടെയാണ് എന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ രാജ്യം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യങ്ങൾ പാകിസ്ഥാനികൾ ഏറ്റെടുത്തുകൊണ്ട് അവർ തന്നെ ചോദിക്കുകയാണ്, ഈ അസീം മുനീർ എവിടെ പോയിരിക്കുകയാണ്? രാജ്യത്തെ ഒരു പ്രതിസന്ധിയിലാക്കിയ ശേഷം സ്വന്തം ഭാര്യയും കുട്ടികളെയെല്ലാം വിദേശ രാജ്യത്തേക്ക് സുരക്ഷിതമായി കയറ്റി അയച്ച് രാജ്യത്ത് നിന്ന് ഗീർവാണം അടിക്കുന്ന അസീം മുനീറിനെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഓർമ്മ വരുന്നത് നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ മുഹമ്മദ് റൌഫിനെയാണ്. പോപ്പുലർ ഫ്രണ്ടിലെ അണികളെ മുമ്പിൽ വിളിച്ചു നിർത്തി നിങ്ങളെല്ലാവരും രക്തസാക്ഷികളാകണം, ചോര ഒഴുക്കണം, നീരൊഴുക്കണം, വേർപ്പൊഴുക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവരെല്ലാവരെയും കൊലക്കി കൊടുക്കാനായി ഫ്രണ്ടിൽ നിർത്തിയ ശേഷം റൌഫ് NIA വന്നപ്പോൾ ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. കുറേ നാൾ ഇയാളെ പിടിക്കാനായിട്ട് NIA ഒരുപാട് കഷ്ടപ്പെട്ടു. ഇയാൾ മുങ്ങി നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. NIA അയാളെ പിടിച്ചു. പിന്നീട് അയാൾ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. എന്തായാലും അയാൾ ഉള്ള സ്ഥലത്ത് അയാൾ പ്രകൃതി വിരുദ്ധ പീഡനത്തിനൊക്കെ ഇരയായിട്ടുണ്ട് എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ നടപടികളിലേക്ക് കടന്നെങ്കിലും പാകിസ്ഥാനിൽ സൈന്യത്തിനെതിരെ പ്രത്യേകിച്ച് കരസേനാ മേധാവി അസീം മുനീറിനെതിരെ എതിർപ്പ് വലിയ രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പാക് പട്ടാളത്തിൽ നിന്ന് തന്നെ ഈ എതിർപ്പ് ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു കലാപം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലും ബലൂചിസ്ഥാനിലും സൈന്യത്തിനെതിരെ പ്രകടനം നടക്കുന്നുണ്ട്. സൈന്യത്തിനുള്ളിൽ അതിർത്തിയുണ്ട്. ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് റഹ്മാൻ പാകിസ്ഥാനിലെ ജാമിയത്ത് ഉലമാ ഇ ഇസ്ലാമിന്റെ തലവനാണ്. കൂടാതെ പ്രധാനപ്പെട്ടതും സ്വാധീനമുള്ളതുമായ ഒരു മത നേതാവായിട്ടാണ് ഇയാളെ കണക്കാക്കപ്പെടുന്നത്. പഹൽഗാം ആക്രമണം, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, കശ്മീർ, അഫ്ഗാനിസ്ഥാൻ, ബലൂചിസ്ഥാൻ എന്നീ വിഷയങ്ങളിൽ റഹ്മാൻ കശ്മീർ സൈന്യത്തെ വിമർശിച്ചിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷത്തിന് കാരണമായത് സർക്കാരിനെയും സൈനിക നയങ്ങളെയും ഇയാൾ അപലപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പാകിസ്ഥാനിൽ ആർക്കും സൈന്യത്തിനെതിരെ സംസാരിക്കാൻ കഴിയാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഈ സമയത്ത് പ്രധാനമായും എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. കാരണം ഇപ്പോൾ അതെല്ലാം മാറി പാക് സൈന്യത്തിന് നേരെ അവിടെയുള്ള മത നേതാക്കളും അവിടെയുള്ള സാധാരണ ജനങ്ങളും വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതോടുകൂടി പാകിസ്ഥാൻ സൈന്യം ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ നാണം കെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇപ്പോൾ സൈന്യത്തെ വിമർശിക്കുന്നത് ബലഹീനതയുടെ ലക്ഷണമാണ് പാകിസ്ഥാന്റെ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് ആ രാജ്യം തന്നെ ദുർബലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ്. പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീറിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ കടുത്ത രോഷമുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഫവാദ് ഖാൻ, ഉമർ അയ്യൂബ് ഖാൻ, മഹ്മൂദ് ഖാൻ എന്നിവർ അസീം മുനീറിനെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയയിൽ മുനീർ ഔട്ട് എന്നൊരു ട്രെൻഡ് കൂടെ പ്രചരിക്കുന്നുണ്ട്. ഇതിന് ഇമ്രാൻഖാന്റെ പാർട്ടിയായിട്ടുള്ള PTI, പാകിസ്ഥാൻ തെഹ്രീക്ക് ഇ ഇൻസാഫ് ഉത്തരവാദിയാണ്. മുനീറിനെ നീക്കം ചെയ്യുക, ഇമ്രാൻഖാനെ സ്വതന്ത്രമാക്കുക, പാകിസ്ഥാനെ രക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ ഇവരുടെ ട്വിറ്റർ ഹാൻഡിലിൽ കാണുന്നത്. അതായത് ഈ അവസരം പാകിസ്ഥാൻ അകത്തുള്ള ഭീകരവാദികളും അതിനകത്ത് ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാന്റെ പാർട്ടി അടക്കം മുതലെടുക്കുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. PTIയുടെ ഔദ്യോഗിക ഹാൻഡിലെ പോസ്റ്റുകളിലാണ് മുനീറിനെതിരെ വിമർശനം കാണുന്നത്. മൗലാന ഫസ്ലുർ റഹ്മാൻ മുനീറിനെ ലക്ഷ്യം വെച്ചതിന്റെ ഏറ്റവും വലിയ കാരണം ഹിന്ദു മുസ്ലിം വിഭജനത്തെക്കുറിച്ചുള്ള ഇയാളുടെ പ്രസ്താവനയായിരുന്നു. അതിനെ അടിമത്തത്തിന്റെ ആശയം എന്ന് വിശേഷിപ്പിച്ചു. 1971 ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമായതിന് സമാനമായ ഒരു സാഹചര്യമായിട്ടാണ് ബലൂചിസ്ഥാനിലെ സൈനിക നടപടിയെ ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. ജനറൽ അസീം മുനീറിന്റെ നിർദ്ദേശപ്രകാരമാണ് പഹൽഗാം ആക്രമണം നടത്തിയതെന്ന മുൻ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥൻ ആദിൽ രാജയും അവകാശപ്പെടുന്നുണ്ട്. തനിക്കെതിരായ അഴിമതി ആരോപണങ്ങളിൽ നിന്നും നയപരമായ പരാജയങ്ങളിൽ നിന്നും പൊതുജന ശ്രദ്ധ തിരിച്ചുവിടാനാണ് അസീം മുനീർ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റാവൽപിണ്ടിയിലാണ് നമ്മുടെ പഹൽഗാം ആക്രമണം ആസൂത്രണം ചെയ്തത്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നാട്ടുകാർ തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഷിഗാർ ജില്ലയിൽ പ്രത്യേകിച്ച് സൈന്യം ഭൂമിയും ധാതുസമ്പത്തും പിടിച്ചെടുത്തതായി ആരോപിക്കപ്പെടുന്നതിനിടെയും ജനങ്ങൾ പ്രതിഷേധിക്കുന്നു. മൊത്തത്തിൽ പാകിസ്ഥാൻ അച്ചം പുച്ചം പിളഞ്ഞൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.